നല്ല രസമല്ലേ? അത് ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് കടിച്ചു നോക്കിയേ. മൂത്തത് ഇതാ മൂത്തതെന്ന് തോന്നുന്നു. അതും മൂത്ത മറ്റേ ഉമി മാറിയാ വരുന്നത്. ഉമ്മി മാറിയാ വരുന്നത്. എനിക്ക് തോന്നുന്നു മുറത്തിലിട്ടൊന്ന് തിരുമ്മിയാൽ മതിയായിരിക്കും. യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 10-15 ആഴ്ച ക്ലാസ്സായി. എനിക്ക് തോന്നുന്നൊരു 3-4 മാസമായി നമ്മളിവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പൂമ്പാറ്റകളുടെ ഒരു ഉദ്യാനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൂമ്പാറ്റകളുടെ ചെടിയൊന്നും അല്ല കിട്ടിയത്, എങ്കിലും കുറേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ചെടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയത് നോക്കിയിട്ട് വരാം. കൂടെ നമ്മൾ പഠിക്കുന്ന 8 കെട്ട് കാണിക്കാം. അവനൊരു സാധനം കൊണ്ടുവരില്ല, ഓനിങ്ങനെ പറയും. ന്യൂ ഇയർ കഴിഞ്ഞല്ല. അപ്പോൾ നമ്മളുടെ ശലഭോദ്യാനത്തിലേക്ക് വന്നു. എല്ലാവരും ഓർക്കുന്നില്ലേ നമ്മളന്ന് വീഡിയോ ഇട്ടതൊക്കെ? എല്ലാവരും കൂടെ വന്നിട്ട് തോട്ടം സെറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ അന്നിവിടെ ഒന്നും ഇല്ലായിരുന്നു, ചുമ്മാ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ചെടികളൊക്കെ വേറെ വേറെയാണ് കേട്ടോ, പക്ഷേ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനേ ഒരു വീഡിയോ എടുക്കുക. ഇതെന്നാതൊന്നും മനസ്സിലായില്ല. ഞാനൊരു അല്ല ഇതെനിക്ക് തോന്നുന്ന മാങ്ങ, അത് തന്നെ. പക്ഷെ അത് പൂത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് മണത്ത് നോക്കിയേ, പച്ചമാങ്ങയുടെ മണം. ശലഭങ്ങൾ അധികം ഇല്ലെങ്കിലും ചെറുതേന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട്. ശലഭങ്ങളുണ്ട് കേട്ടോ. ചില ശലഭച്ചെടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഉണ്ട്. ദേ കണ്ടോ? ഒന്ന് നിൽക്കുക ക്യാമറയിൽ. അതെ നെല്ലുണ്ട്. അപ്പോൾ ഇതാണ് ബജ്റ ചോളം. കണ്ടോ? നമ്മുടെ മനേഷേട്ടൻ ഇത് ബജ്റയുടെ ചോളം കുറച്ച് ഒന്നിച്ച് നട്ടതാണിത്. നട്ട ആളുടെ ഒരു ഇതാണ്. അതെ, നട്ട ആളെ പോലെ തന്നെയാ. നല്ല രസമല്ലേ? അത് ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് കടിച്ചു നോക്കിയേ. മൂത്തത് ഇതാ മൂത്തതെന്ന് തോന്നുന്നു. അതും മൂത്ത. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇത് ഒരു സന്തോഷമല്ലേ മനുഷ്യേട്ടാ? ഇങ്ങനെയുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. എല്ലാ മണികളും പിടിച്ചിട്ടുമുണ്ടല്ലേ? ഇത് കണ്ടോ? ഒന്നുപോലും പൊഴിഞ്ഞിട്ടില്ല, നല്ല നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് ഒരുവിധം മൂത്ത് വരുന്നു. ഇതൊക്കെ ഓരോ പരുവത്തിൽ നിൽക്കുന്നു. ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ കൊണ്ടുവരുന്ന വിത്ത് ഇങ്ങനെ കിളിർത്ത് ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ? ഇനി അവിടെ ഓരോന്നൊക്കെ എല്ലാം തന്നെ കായ്ച്ചിട്ടുണ്ട്, നിറച്ചും മണി പിടിച്ചിട്ടുണ്ട്. അപ്പം കോട്ടയം പോലുള്ള സ്ഥലത്ത് അല്ലെ ചൂടുള്ള സ്ഥലത്ത് ചോളം ഉണ്ടാകുകയല്ലെന്നൊന്നും ആരും വിചാരിക്കരുത്. നിറച്ചുണ്ടാവും കേട്ടോ, നിറച്ചാണ്. എനിക്ക് തോന്നിയതിൽ ഒന്നുപോലും പൊഴിഞ്ഞു പോയിട്ടില്ലെന്ന് തോന്നുന്നു, അതുപോലെ നിറച്ച് നിൽപ്പുണ്ട്. ഉദ്യാനം കാണിക്കാൻ വന്നിട്ടിപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഇതിലേക്ക് അങ്ങ് ആകൃഷ്ടയായിപ്പോയി. അപ്പം നമുക്കിവിടെ പല സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടോ? ശംഖുപുഷ്പം, നമ്മുടെ പഴയ ഉണ്ണിച്ചെടിയുണ്ട്. ചേട്ടാ മതി. ശലഭങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് എടുക്കാനായിട്ട് അവർ നിന്ന് തരുന്നില്ല. ഓക്കെ, ഇങ്ങോട്ട് മിസ് കോൾ കിട്ടോ. ഈ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ കാര്യം, പക്ഷെ അയച്ചു തരാൻ പറ്റുമോ? അപ്പോൾ നമ്മളിവിടെ ശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ശലഭോദ്യാനം ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, കാരണം ആകർഷിക്കാൻ പറ്റിയ ചെടികൾ നമ്മുടെ കയ്യിലില്ല എന്നുള്ളത്.
പക്ഷേ ഇന്ന് നമ്മൾ വന്ന് കണ്ടപ്പം ഇവിടെ ഒരുപാട് പൂക്കളും ഉണ്ട്, നമ്മൾ നട്ട ചെടികളൊക്കെ തന്നെയാണ്, ഒരുപാട് ശലഭങ്ങളും ഉണ്ട്. എല്ലാവരും എനിക്ക് ക്യാമറയ്ക്ക് നിന്ന് തരുന്നില്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഉറപ്പായിട്ടും നടപ്പിലാക്കും. അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷമുണ്ട്. കാരണം രാവിലെ വന്ന് എല്ലാവരും വന്നിട്ട് ഇവിടെ വന്ന് ഈ ചെടിത്തോട്ടങ്ങൾ കണ്ടിട്ട് പോകാറുണ്ട്. കാരണം നമ്മളിത് നട്ടിട്ടേ ആ ഒരു എന്തായി എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ. ഒരുപാട് ശലഭങ്ങൾ ഇവിടെ ഉണ്ട്, പൂക്കളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ബൈ.